ഒരു മതം ആചരിക്കണമെന്ന് ഖുർആനിൽ എവിടെയുമില്ല. ഒരു മതം ആചരിക്കണമെന്ന് ഖുർആനിൽ എവിടെയുമില്ല. ജൂതനായാലും ക്രിസ്ത്യാനി ആയാലും സുന്നി ആയാലും ഷിയ ആയാലും മുജാഹിദായാലും ജമാഅത്തായാലും AK സുന്നി ആയാലും AP സുന്നി ആയാലും ആരായാലും ഈ ധാർമ്മിക മൂല്യങ്ങൾ മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ, ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല എൻഡ് റിസൾട്ട് യൗമുൽ ആഖിറ, ഒരു നല്ല പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ദൃഢബോധം ഉണ്ടാവുകയും, അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിഫലം കിട്ടുമെന്നുള്ള ബോധമുണ്ടാകുക. അതിനാണ് യൗമുൽ ആഖിറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ യൗമുൽ ആഖിറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഹദീസ് മതത്തിൽ യൗമുൽ ആഖിറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, നോമ്പ് നോറ്റാൽ, ഹജ്ജ് ചെയ്താൽ, ശലാകർമ്മം ചെയ്താൽ, അങ്ങനെ മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചൊക്കെ ഹജ്ജ് ചെയ്താൽ മരിച്ചു തന്നാൽ സ്വർഗം തരുന്നവർ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണമെന്നാണ്. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഖുർആനോ നബിയോ എവിടെയും പഠിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നുണ്ട് എന്ന് ഖുർആനും നബിയും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഖുർആനും നബിയും പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ കരുണ കാണിച്ചാൽ പ്രസാദിക്കുന്ന അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അള്ളാഹു എന്നത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയാണ്. അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഒരേ സമയം നിങ്ങളിലും ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് അള്ളാഹു. ആ അള്ളാഹു കരുണ കാണിച്ചാൽ, നിങ്ങൾ കാരുണ്യവും സ്നേഹവും കാണിച്ചാൽ അവൻ പ്രസാദിക്കും. നിങ്ങൾ കാരുണ്യവും സ്നേഹവും കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കാരുണ്യം കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട് കാരുണ്യം കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ ഭരണാധികാരികളോട് കാരുണ്യം കാണിച്ചാൽ നിങ്ങളോട് പ്രസാദിക്കുന്ന അള്ളാഹു. അതേപോലെ നിങ്ങൾ അനീതി ചെയ്യാതിരുന്നാൽ, നിങ്ങൾ നീതിയോടൊപ്പം നിന്നാൽ, നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചാൽ പ്രസാദിക്കുന്ന അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്താൽ, നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിച്ചാൽ, അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ സഹായിച്ചാൽ, അതേപോലെ നിങ്ങളുടെ നാട്ടുകാർക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്താൽ, നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയാൽ, നിങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന അള്ളാഹു. അല്ലാതെ നിങ്ങൾ 5 നേരം നമസ്കരിച്ചാലോ അല്ലെങ്കിൽ അറബി ഭാഷയിൽ പ്രാർത്ഥിച്ചാലോ മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചും ഹജ്ജ് ചെയ്താൽ മരിച്ചു തന്നാൽ സ്വർഗം തരുമെന്ന് പറയുന്നൊരു അള്ളാഹുവിനെക്കുറിച്ച്, അത്തരം ഒരു മതത്തെക്കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പറ്റിക്കൽ പ്രസ്ഥാനം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന കൊതിപ്പിക്കൽ പ്രസ്ഥാനം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന നുണയൻ പ്രസ്ഥാനത്തെക്കുറിച്ച് ഖുർആനോ മുഹമ്മദ് നബിയോ പഠിപ്പിച്ചിട്ടില്ല. അത് അറബികളുടെ അന്ധവിശ്വാസമാണ്. അതും മുസ്ലിങ്ങൾക്കുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനത്തെ ഒരു അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു അള്ളാഹു ജീവിച്ചിരിപ്പില്ല. ഖുർആൻ പറഞ്ഞത് മാനവരാശി ഒരു കുടുംബമായി കാണാനും ഈ പ്രകൃതിക്ക് പിറകിലുള്ള ആ ശക്തിയിൽ വിശ്വസിക്കാനുമാണ്. ആ ശക്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റില്ല. ആ ശക്തിയെ നിങ്ങൾക്ക് ഇതുവരെ ആ ശക്തിയെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ആരും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ല, അള്ളാഹുവിനെ ആരും നിർവചിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. അതാണ് കാരുണ്യം, സ്നേഹം, സത്യം, നീതി, സഹായം, സഹകരണം, കർമ്മം, ജ്ഞാനം, അറിവ്, അതായത് ശാസ്ത്രബോധം. ഇതൊക്കെ മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാകുക എന്നതാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. എന്നാൽ ഈ ധാർമ്മിക മൂല്യങ്ങളൊന്നും ഒരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമായിട്ടോ പഠിപ്പിക്കുന്നില്ല. ഇവർ ഹദീസ് ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നത് ആകെ നിങ്ങൾ അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം, അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കണം, മക്കയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം, 1 മാസം പകലിൽ പട്ടിണി കിടക്കണം, മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചും ഹജ്ജ് ചെയ്താൽ മരിച്ചു തന്നാൽ സ്വർഗം തരുന്നവർ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇത് ഖുർആന് ഘടകവിരുദ്ധമാണ്. ഇത്തരമൊരു പാഠം ഖുർആനോ മുഹമ്മദ് നബിയോ പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു അടിസ്ഥാന വേദപാഠം. ഖുർആനിലെ ഏതൊരു അധ്യായം വായിക്കുമ്പോഴും, ഖുർആൻ പരിഭാഷയിലെ ഏതൊരു അധ്യായം വായിക്കുമ്പോഴും, ഏതൊരു പേജ് വായിക്കുമ്പോഴും, ഏതൊരു സൂക്തം വായിക്കുമ്പോഴും ഈ മതങ്ങളെക്കുറിച്ചും ഖുർആനിലെ ഈ ധാർമ്മിക പാഠങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനവും അല്ലാഹു അക്ബർ എന്ന വചനവും നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇസ്ലാമും ഇസ്ലാം മതവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമ്മളതിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ വർഗീയവാദികളായ ചില ജൂതന്മാരും ക്രിസ്ത്യാനികളും നബിയുടെ കാലത്തുണ്ടായിരുന്നു. നമുക്ക് ഖുർആനിൽ കാണാം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വാനോളം പുകഴ്ത്തുന്ന വചനങ്ങൾ ഖുർആനിലുണ്ട്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വാനോളം പുകഴ്ത്തുന്ന വചനങ്ങൾ ഖുർആനിലുണ്ട്. അതേസമയം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചില ക്രിസ്ത്യാനികളെയും വർഗീയവാദികളായ സ്വാർത്ഥന്മാരായ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിശിതമായി വിമർശിക്കുന്ന വചനങ്ങളും ഖുർആനിലുണ്ട്.
അല്ലാതെ എല്ലാ ജൂതന്മാരും മോശമാണെന്നോ എല്ലാ ക്രിസ്ത്യാനികളും മോശമാണെന്നോ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. നല്ലവരായ ജൂതനായാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും നല്ലവർക്കൊക്കെ സ്വർഗമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ നബിക്ക് ശേഷം വന്ന സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാർ പറഞ്ഞത് 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, 5 നേരം അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, 5 നേരം ബാങ്ക് കൊടുക്കുന്ന സുന്നികൾക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്ന അറബികളുടെ ജൂത ക്രിസ്ത്യൻ വിശ്വാസം അതേപോലെ നബിയുടെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഖുർആനിലെ സലാത്തും ഹദീസിലെ സലാത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ലാമതും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാമിലെ സലാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ 6 ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിജീവിതം, ഒരു കുടുംബജീവിതം, ഒരു ധർമ്മസംഘം, പറ്റുമെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം മതത്തിലെ സലാത്ത് എന്ന് പറഞ്ഞാൽ 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിനോടൊപ്പം നബിയെ കൂടി വിളിച്ചുകൊണ്ട് ഒരു ചടങ്ങ് പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആനോ നബിയോ പഠിപ്പിച്ചില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആനോ നബിയോ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിലെ പ്രാർത്ഥന, ഖുർആനിലെ പ്രാർത്ഥന ഫാത്തിഹയാണ്. അതവിടെ ഉണ്ട്. അത് ലോകത്തുള്ള ഏത് മനുഷ്യനും, ഈ ഭൂമിയിലുള്ള ഏത് നാട്ടിലുള്ള ഇംഗ്ലീഷുകാരനായാലും ഇന്ത്യക്കാരനായാലും പാകിസ്ഥാനി ആയാലും പിന്നെ കറുത്തവനായാലും വെളുത്തവനായാലും ആരായാലും ഫാത്തിഹ ഓതിയിട്ട് നമുക്കൊരു പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും രാത്രിയും നടത്താം. അതിന് അല്ലാഹു അക്ബറിൻ്റെ ആവശ്യമില്ല, ആമീൻ എന്ന ജൂത പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അത്തഹയ്യാത്ത് എന്ന് പറയുന്ന 30ഓളം തെറ്റുകളുള്ള അത്തഹയ്യാത്ത് എന്ന പ്രാർത്ഥനയുടെ ആവശ്യമില്ല. വെറും ഫാത്തിഹ ഓതിക്കൊണ്ട് നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു ഐക്യത്തിന് വേണ്ടി നബി ചെയ്തതുപോലെ അറേബ്യയിലേക്ക് തിരിഞ്ഞോ കഅബയിലേക്ക് തിരിഞ്ഞോ പ്രാർത്ഥിക്കാം. പക്ഷെ അത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പാടില്ല. അത് മാത്രമാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന. ബാക്കിയുള്ള എല്ലാ പ്രാർത്ഥനകളും ശിർക്കാണ്, അത് ദൈവവിരുദ്ധമാണ്, ദൈവനിന്ദയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ നരകത്തിലാണ്. 5 നേരം നമസ്കരിക്കുന്നവർ മാത്രമാണ് സ്വർഗത്തിൽ എന്ന അന്ധവിശ്വാസം, ആ വർഗീയവാദം, സുന്നികളുടെയും ഷിയാക്കളുടെയും ആ വർഗീയവാദം, സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാരുടെ ആ വർഗീയവാദം നബിയോ ഖുർആനോ പഠിപ്പിച്ചതല്ല. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. ഇസ്ലാം മതമെന്ന് പറഞ്ഞാൽ 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞൊരു ചടങ്ങ് പ്രാർത്ഥന, ഒരു ബിംബാരാധന നടത്തലാണ്. എന്നാൽ ഇസ്ലാമിലെ സലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഖുർആൻ എന്ന ഈ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിജീവിതം, ഒരു കുടുംബജീവിതം, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം വളർത്തിയെടുക്കലാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് ഫാത്തിഹ ഓതി നമുക്ക് അറേബ്യയിലേക്ക് തിരിഞ്ഞോ അല്ലെങ്കിൽ കഅബയിലേക്ക് തിരിഞ്ഞോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോക്കോ തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല.